പ്രേമ, ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ ആ വിഷയത്തിൽ നമ്മളൊരു ഉറച്ച നിലപാടെടുത്തു. നമ്മളിവർക്ക് വെള്ളം കൊടുക്കില്ല. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയാം? ഇത് സ്ഥിതിഗതികളിലൊന്നും മാറ്റമില്ല. അന്ന് റദ്ദാക്കിയ സിന്ധു നദീജല കരാർ ഇന്നും അതേപടി തുടരുന്നു. അത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു ദുരന്തഫലം, ആ കരാർ പുനഃസ്ഥാപിക്കപ്പെടാത്തതിൻ്റെ ദുരന്തഫലം ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ സിന്ധു നദീജല കരാർ സംബന്ധിച്ച് നമുക്ക് മുമ്പ് ഇത്ര കടുംപിടുത്തം ഇല്ലായിരുന്നു. നമ്മുടെ അറിവിൽ 65-ലും 1971-ലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായിരുന്നു, യുദ്ധം ഉണ്ടായിരുന്നു. അന്നുപോലും ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ കടന്നില്ല. പക്ഷേ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ഈ മതം നോക്കിക്കൊണ്ട് ആളുകളെ കൊന്നു തള്ളിയ ആ ഒരു സംഭവത്തിൽ കടുത്ത പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. ഇനി എന്തുകൊണ്ട് ഇത് റദ്ദാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻകാലങ്ങളിൽ നമുക്ക് മറ്റു ഓപ്ഷൻ ഇല്ല. കാര്യം ഈ നദിയിലെ വെള്ളം ഒരു പരിധിക്കപ്പുറം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാര്യം സിന്ധു നദി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള, വലിയ രീതിയിൽ ജലസമ്പത്തുള്ളൊരു നദിയാണ്. അപ്പം നമ്മൾ കരാർ റദ്ദാക്കിയ ഈ വെള്ളം എന്ത് ചെയ്യാൻ പറ്റും? കെട്ടി നിർത്താൻ പറ്റില്ല. ഇല്ല. അപ്പോൾ പഴയ കാലത്ത് നമ്മൾ ആ യുദ്ധസമയത്ത് ഇതൊന്നും ചെയ്യാതിരുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ കളി മാറി. ഇപ്പോൾ നമ്മൾ ഈ 1960 നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് അന്നത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് അയൂബ് ഖാൻ, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ലോകബാങ്ക് മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു കരാറാണ് ഈ സിന്ധു നദീജല കരാർ. മനസ്സിലായി. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇത് നമ്മുടെ ഈ കൃത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം എടുത്താൽ ഈ ഒരു കൈവിരിച്ച് നിൽക്കുന്നത് പോലുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ തിബറ്റ്, ചൈനയുടെ തിബറ്റ്, ആ ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയുടെ ആ തലഭാഗം ഉണ്ടല്ലോ മേളിൽ നിൽക്കുന്നത്, അതിലോട്ട് വന്ന് വിരിഞ്ഞ് പാകിസ്ഥാനിലോട്ട് ഇറങ്ങുന്ന തരത്തിലാണ് ഈ നദി പോകുന്നത്, ഈ സിന്ധു നദി പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഈ സിന്ധു നദിയുടെ വലിയൊരു ഭാഗം പോകുന്നത് പാകിസ്ഥാൻ വഴിയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയും ഏറ്റവും വലിയ ജലസമ്പത്തുള്ള നദിയും ഈ സിന്ധു നദിയാണ്. മനസ്സിലായി. പക്ഷേ ഇതിന്റെ ഈ സിന്ധു അടക്കം 6 നദികൾ ഉൾപ്പെടുന്നതാണ് ഈ സിന്ധു നദീജല കരാർ. അതിൽ 5 എണ്ണവും സിന്ധു നദിയുടെ പോഷക നദികളാണ്. അത് പറയുകയാണെങ്കിൽ ബിയാസ്, സത്ലജ്, രവി, ഇത് നമ്മുടെ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഭാഗങ്ങളിലൂടെയൊക്കെയാണ് ഈ നദികൾ ഒഴുകുന്നത്. ഇത് ഏറെക്കുറെ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ കൂടി ഒഴുകുന്ന നദിയായതുകൊണ്ടും ഈ സിന്ധു നദീ തടത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള നദിയായതുകൊണ്ടും ഈ 3 നദികളുടെയും സംരക്ഷണം, അതിൻ്റെ ജലസമ്പത്തിൻ്റെ വിനിയോഗം മുഴുവൻ ഇന്ത്യയുടെ അവകാശമായിട്ടാണ് ഈ കരാറിൽ പറയുന്നത്. മറ്റ് 3 നദികളുണ്ട്. അതിലൊന്ന് സിന്ധു തന്നെ, പിന്നെ ഒന്ന് ചെനാബ്, ഝലം. ഈ 3 നദികളും അതിൻ്റെ പ്രധാന ഗുണഭോക്താവ് പാകിസ്ഥാൻ ആയതുകൊണ്ട് ഈ 3 നദികളുടെ സംരക്ഷണം, അതിൻ്റെ ജലവിനിയോഗത്തിൻ്റെയും ഉത്തരവാദിത്വം അതെ. ഈ പാകിസ്ഥാനിൽ ഏതാണ്ട് 60% വരുന്ന 60-65% വരുന്ന കൃഷിയും ജല വിതരണ പദ്ധതികളുമെല്ലാം, ജലവൈദ്യുത പദ്ധതികളുമെല്ലാം തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഈ സിന്ധു നദി. പാകിസ്ഥാനിൽ ഏതാണ്ട് 3180 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇത് ഒഴുകി അറബിക്കടലിൽ വന്ന് ചേരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്ത, പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കറാച്ചിയാണ്. കറാച്ചി. അപ്പോൾ ഈ കറാച്ചിയിൽ അവിടുത്തെ പ്രാദേശിക ഭരണകൂടം, അത് ഭരിക്കുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഇവരാണ് ഭരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി പരസ്യ പ്രതിഷേധത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ മൂലകാരണം എന്താണ്? ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് കൊണ്ടാണ്. മനസ്സിലായി. അപ്പോൾ ആത്യന്തികമായിട്ട് ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടാൽ അത് ഒരു കേവല യുക്തിരത് രാജ്യദ്രോഹ കുറ്റമാണ്. മനസ്സിലായി. കാരണം നമ്മളായിട്ട് ചെയ്തൊരു പ്രശ്നം കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് അവിടുത്തെ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. മനസ്സിലായി. അപ്പോൾ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുകയാണ്. അതായത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ 18 വർഷമായിട്ടുള്ള പ്രാദേശിക ഭരണകൂടത്തെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നത്, നിങ്ങളുടെ കാര്യമായ നടപടികൾ എടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ വലിയ കുടിവെള്ള ദൗർലഭ്യം അനുഭവപ്പെടുന്നത്. അവിടെ ഇപ്പോൾ വേനൽക്കാലമാണ്. അവിടുത്തെ ഈ പൊതുവിതരണ ശൃംഖലയിൽ നമ്മുടെ പൈപ്പ് ലൈൻ സിസ്റ്റം ഉണ്ടല്ലോ, അതിൽ 70% ഇപ്പോൾ ഏതാണ്ട്
ബ്ലോക്ക് അല്ല, അത് പോകുന്നില്ല, അവിടെ നിർജീവാവസ്ഥയിലാണ്. അതെ. അപ്പോൾ സാധാരണക്കാർക്ക് വലിയ പൈസ മുടക്കി സ്വകാര്യ വെള്ള വിതരണ കമ്പനികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ജനങ്ങൾ വലിയ രീതിയിൽ അവിടെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇപ്പം നാളെ എത്രയാണെന്ന് ഓർക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് പാകിസ്ഥാൻ ഈ സിന്ധു നദീജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മുൻകാലങ്ങളിൽ നമ്മൾ ഈ സിന്ധു നദീജലം തടഞ്ഞു വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. കാരണം ഈ വെള്ളം ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒഴുകി പോയേ പറ്റൂ. അപ്പോൾ ഇനി അത് പൂർണ്ണമായിട്ടും തടയണമെങ്കിൽ വൻതോതിലുള്ള സാമ്പത്തിക ചെലവും അതിഭീകരമായ നിർമ്മിതികളും ആവശ്യമുണ്ട്. അത് എത്രത്തോളം അത് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ ഈ പുതിയ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യ സർക്കാർ വെറുതെ ഇരുന്നില്ല. ഈ സാഹചര്യം നേരത്തെ തന്നെ ഇന്ത്യക്ക് ഈ കാര്യത്തിലൊരു കൃത്യമായ നിലപാടുണ്ടായിരുന്നു. കാര്യം ഇത് കാലാനുസൃതമായി പരിഷ്കരിക്കണം ഈ കരാർ എന്നൊരാവശ്യം ഇന്ത്യ പല വേദികളിൽ ഉന്നയിച്ചിരുന്നു. കാരണം ഇത് 60കളിൽ എഴുതപ്പെട്ട സാഹചര്യമല്ല ഇപ്പോൾ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ലോക ജനസംഖ്യയിൽ വളരെ മുൻപന്തിയിലെത്തിയ ഒരു രാജ്യമാണ്. നമുക്കതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ, കാർഷിക വൃത്തി ഇവിടെ നടക്കണം, അതിനനുസരിച്ചുള്ള വെള്ളം വേണം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം, കുടിവെള്ള പദ്ധതികളൊക്കെ വേണം. അപ്പോൾ ഈ സിന്ധു നദിയിൽ നമ്മുടെ വിഹിതം കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഇന്ത്യക്കുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ അതുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അതിപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദ്രുതഗതിയിൽ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പുതിയ പുതിയ പദ്ധതികൾ ഈ സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശത്ത്, അതിൽ കൂടിയാണ് ഇന്ത്യയിലെ ഈ ലഡാക്ക് മേഖലയിൽ കൂടിയാണ് പ്രധാനമായി ഇത് കടന്നു പോകുന്നത്. പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ ബിയാസ്, സത്ലജ്, രവി എന്ന് പറയുന്നത് ഈ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് മേഖലകളിലൂടെ ഒഴുകി വരുന്ന പോഷക നദികളാണ്. കൂടാതെ ഈ ചെനാബ്, ചലം, ഇത് രണ്ടും വേറെ രണ്ട് പോഷക, ഇതെല്ലാം സിന്ധു നദിയിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഈ ബിയാസ് എന്ന് പറയുന്നത് സത്ലജുമായിട്ട് ചേർന്ന് പിന്നെ ചെനാബുമായിട്ട് ചേർന്ന് ആണ് സിന്ധു നദിയിൽ നമ്മുടെ പാകിസ്ഥാനിൽ വെച്ച് ചെന്ന് കയറുന്നത്. രവി നദി ചെനാബിലോട്ടും ചെന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആത്യന്തികമായിട്ട് സിന്ധു നദിയിൽ വന്ന് കലാശിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ ലഡാക്ക് കേന്ദ്രീകരിച്ച് പുതിയ കുറേ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. അതൊന്ന് ഷാപ്പൂർ കാണ്ടി ഡാം പ്രൊജക്റ്റ്. ഇത് രവി നദിയിൽ നടപ്പിലാക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ വെള്ളം പൂർണ്ണമായിട്ട് നമ്മൾ തടഞ്ഞു വെച്ചുകൊണ്ട് കാശ്മീർ, പഞ്ചാബ് മേഖലകളിലെ കൃഷിയിടങ്ങളിലേക്ക് തിരിച്ചുവിടാനായിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈഗോ ഫ്രീ ഇറിഗേഷൻ കനാൽ, അത് ലഡാക്കിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. 40 കിലോമീറ്റർ കനാൽ അവിടെ ഉണ്ടായിരുന്നു. അത് 20 ദിവസം കൊണ്ട് അത് ഫുള്ള് നവീകരിച്ചു. എന്നിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ പൂർത്തിയാക്കി. അപ്പോൾ ഈ കനാൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പഞ്ചാബ് അടക്കമുള്ള മേഖലകളിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെനാബിൽ 4 പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതൊന്ന് രത്ലെ, പകൽദൂർ, കിരു, ക്വാൽ, ഈ പറയുന്ന പ്രൊജക്റ്റുകളിലൊക്കെയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. പിന്നെ സബൽകോട്ട് ഹൈഡ്രോ പ്രൊജക്റ്റ് എന്ന് പറയുന്ന 5100 കോടി രൂപ ചെലവിൽ ഒരു ചെനാബ് നദിയിൽ അങ്ങനെ ഒരു സംഗതി പണിയുന്നുണ്ട്. പിന്നെ ചെനാബ് ബിയാസ് ലിങ്ക് ടണൽ, അതായത് ചെനാബിൽ നിന്നുള്ള വെള്ളം ബിയാസ് നദിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂഗർഭ തുരങ്കമുണ്ടാക്കി 2352 കോടി രൂപ ചെലവാക്കി അങ്ങനെയും വെള്ളം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഏറ്റവും ശ്രദ്ധേയമായൊരു സംഗതി, ഒരു സ്വാഭാവിക അണക്കെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമല്ല, നമ്മുടെ ഈ സാധാരണഗതിയിൽ കോൺക്രീറ്റ് നിർമ്മിതികളാണല്ലോ നമ്മൾ ചെയ്യുക. ഇതിന് പകരം ലഡാക്കിൽ നമ്മൾ 1140 അടി ഉയരത്തിൽ പാറക്കല്ലുകൾ അടുക്കി വെച്ചുകൊണ്ട് ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്നു. അപ്പോൾ അവിടെ അത് നിർമ്മിച്ചതിൽ 7 ദിവസം കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2026 മെയ്യിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. അപ്പോൾ അതുകൊണ്ട് ഒരു 200 അടി ഉയരത്തിൽ വെള്ളം, ഏകദേശം 4 കോടി ലിറ്റർ ജലം അവിടെ സംഭരിച്ചിട്ട്, അതും അവിടുത്തെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഈ നദിയിലെ ജലനിരപ്പ് താഴുമ്പോൾ കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം എത്തുന്നതിന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ താൽക്കാലിക തടയണകൾ നിർമ്മിച്ച് അങ്ങനെയും ഈ വെള്ളം വഴിതിരിച്ചു വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു, നമ്മൾ നിരവധിയായ ഒഴുക്കുള്ളതല്ലേ. അതെ. അപ്പം നമ്മൾ പറഞ്ഞു ഈ പിന്നെ നിരവധിയായ പദ്ധതികളൊക്കെ നമ്മൾക്ക് നടപ്പിലാക്കുന്നു. അതേ സമയത്ത് തന്നെ പാകിസ്ഥാനും
ഈ സിന്ധു നദീജല കരാർ അത് പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടി അവരാലാവുന്ന വിധമുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നിരന്തരമായി നടത്തുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നാളിതുവരെ അത്തരത്തിലൊരു അന്താരാഷ്ട്ര സമ്മർദ്ദം ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. പിന്നെ ഉഗ്രം ഭീഷണികളും മുഴക്കുന്നുണ്ട്. അവിടുത്തെ സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞത്, നിങ്ങൾ സിന്ധു നദിയിൽ അണക്കെട്ടുകയാണെങ്കിൽ ഞങ്ങൾ മിസൈലുകൾ അയച്ച് തകർത്ത് കളയും, അണക്കെട്ടുകൾ തകർത്ത് കളയും എന്നൊക്കെ അതിനു മുമ്പ് നമ്മുടെ ബേനസീർ ഭൂട്ടോയുടെ മകൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ആണവായുധം വരെ പ്രയോഗിച്ച് കളയും. അപ്പൊ ഈ ഭീഷണികൾ മാത്രമാണ് ഉള്ളത്. വെള്ളം, ഒരു തുള്ളി വെള്ളം ഇതിന്റെ പേരിൽ അധികമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടില്ല. അപ്പോൾ അവർ ചെയ്തതിന്റെ ഇപ്പൊ ഇക്കാര്യത്തിൽ ഇന്ത്യ ഒരു നിലപാടെടുത്തിരുന്നു. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ അതിർത്തി കടന്നുള്ള ഭീകരവാദം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നടപടിയെടുക്കണം. അത് വെറുതെ എടുത്താൽ മാത്രം പോരാ, അക്കാര്യം ഞങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിലുമായിരിക്കണം. അപ്പം ഇത് ഉറപ്പുവരുത്താതെ ഈ കാര്യം ലോകരാഷ്ട്രങ്ങളും ശ്രദ്ധിക്കും. അതെ, അല്ലാണ്ട് ഈ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പം അത് അന്നു മുതൽ തുടരുന്നു, ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ ഭാവിയിൽ എന്ത് സംഭവിക്കാം? കാര്യം ഒരു പരിധിക്കപ്പുറം ഇപ്പോൾ പാകിസ്ഥാൻ എന്തൊക്കെ കൊള്ളരുതായ്മ കാണിച്ചാലും ഒരു പരിധിക്കപ്പുറം നമ്മൾ അവരൊക്കെ ഒരു ദ്രോഹം ചെയ്യേണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ. അപ്പോൾ ഭാവിയിൽ ഇതിൽ എന്തെങ്കിലും ഒരു ഭേദഗതി ഉണ്ടായേക്കാം. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ജനസംഖ്യാനുപാതികമായി ഈ ജലം വിനിയോഗിക്കാനുള്ള അവകാശം അത് നടപ്പിലാക്കിയതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിന് മുന്നോട്ട് പോക്കുണ്ടാവുള്ളൂ.